ശ്രീ വിഷ്ണുപുരം, കേരളത്തിൽ NDA ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുകയാണ്. മുൻ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വിഭിന്ന സ്വരം ഉണ്ടായി കാണും. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചു. ഇനിയിപ്പോൾ ദാ അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നു. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയും എത്തുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റേതായ എല്ലാ തരത്തിലുള്ള ഊർജ്ജസ്വലതയോടും കൂടി നിൽക്കുകയാണ്. 40 നിയമസഭാ മണ്ഡലങ്ങളാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലല്ലേ? NDA സംബന്ധിച്ച് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാഴ്ചപ്പാട് NDAയുടെ ആളുകളെ ഒന്നിച്ച് കൊണ്ടുവരാൻ വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഭിന്നസ്വരം പറഞ്ഞതിലൊന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമൊക്കെ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് NDA മുന്നണി എത്തിയിട്ടുണ്ട്. ഈ ഒരു അതിർത്തി നിൽക്കുന്ന ഭടന്മാരെ പോലെയാണ് ഇപ്പോൾ NDA. വളരെ ജാഗ്രതയായിട്ട് മുമ്പോട്ട് പോകണം. അമിത്ഷായുടെ നിർദ്ദേശം, NDAയുടെ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. അത് ഡയറക്റ്റ് കാര്യങ്ങൾ നീക്കുന്ന സമയത്ത് 40 എന്നുള്ളതല്ല, അതിന് മുകളിലോട്ടുള്ള കാഴ്ചപ്പാടാണ് ചിന്തിക്കുന്നത്. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയുണ്ട്. പണ്ട് കാലത്ത് മത്സരിക്കാൻ ആളില്ലെങ്കിൽ ഇന്ന് ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി 10 പേര് മത്സരരംഗത്തിനുണ്ട്. പണ്ട് ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്യണപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ ഒരിടത്ത് പോയി അയാളെ ഇറങ്ങി ഓടിക്കളയും, കാര്യം നിൽക്കില്ല. ഇപ്പോൾ അതല്ല, വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ഈ അകന്ന് നിന്ന ആളുകളുണ്ട്. ഈ മുസ്ലിം വിഭാഗമൊക്കെ ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാനുള്ളത്, കാട്ടാക്കട ഒരു ബൂത്തിൽ മുഴുവൻ അവരാണ്. പക്ഷെ അവിടെ ലീഡ് ചെയ്തത് ഈ ശ്യാം ലേജുവാണ്, വേറെ ആരും വോട്ടിടാനില്ല. അപ്പോൾ ഇത്രത്തോളം, അതുമാത്രമല്ല ആ ശ്യാം ലേജു അവിടെ നിന്നത് താമര ചിഹ്നത്തിൽ കൂടിയാണ്. ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്ത്, കാട്ടാക്കടയിൽ ഒരു ബൂത്തിൽ മുഴുവൻ ഒരു വിഭാഗം ആളായിരുന്നിട്ടും 1ാം സ്ഥാനം വന്നത് താമരയാണ്. അപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടി ചിന്തിച്ചാണ് ഈ മാറ്റം. അല്ലാതെ പ്രത്യേകിച്ച് BJP പ്രവർത്തകർ മാത്രമൊന്നുമല്ല, മോദിയെ ആകർഷകനായിട്ടുള്ള എല്ലാ മതസ്ഥരും ഉണ്ട്. അത് കേരളം പാകപ്പെട്ടിരിക്കുന്നു. അത് ആ മാറ്റം ഇപ്പോൾ അങ്ങ് പറഞ്ഞ 41 അല്ല, അതിൻ്റെ മുന്നിലോട്ട് പോകും. നമ്മൾ തഴയപ്പെട്ടിട്ടില്ല. കേരളത്തിലെ എല്ലാ വീടുകളിലും സ്വാഗതമാണ് താമര. അപ്പം ഈ 40-നപ്പുറത്തേക്കാണ് നോട്ടം ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഉറപ്പായിട്ട് 40 എന്നുള്ളൊരു ഇതല്ല, ഭരണത്തിലെത്തണമെന്നുള്ള ഇതിലാണ് അമിത്ഷയും അതുപോലെ പ്രധാനമന്ത്രിയുടെയൊക്കെ ആഗ്രഹം. അത് നടപ്പാക്കാനൊരു തൻ്റെ ഇടമുള്ളതാണ് ഇന്നത്തെ പ്രസിഡൻറ്റ്. അതുകൊണ്ട് അതിനപ്പുറം പോകും. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, NDAയിൽ വന്നിരിക്കുന്ന ഈ ഐക്യത. ഇപ്പോൾ ഞങ്ങൾ മാരാർജി ഭവനിൽ പത്രസമ്മേളനം, തുഷാർജി, ഞാൻ, പഴയ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി. ഇപ്പോൾ പിരിഞ്ഞതേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് ഈ BJP ഇത്തരത്തിലുള്ള പലരെയും CPMൽ നിന്ന് പലരുടെയും ഒരു ഒഴുക്ക് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകനായിരുന്ന റജി ലൂക്കോസ്, അതിന് പിന്നാലെ ദേവികുളം MLA ആയിരുന്ന രാജേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളത് തെളിവല്ലേ? കാരണം ഒരു 3 മാസത്തിന് മുമ്പ് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതുണ്ട് 26-ൽ കേരളം ഭരിക്കുമെന്ന്. ഈ അമിത്ഷായാണ് പറഞ്ഞതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുക്കുന്നത്, വെറും വാക്കല്ല. അല്ല, ഇപ്പം ഈ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അറിയപ്പെടുന്ന ചാനലിലിരുന്ന് ചർച്ച ചെയ്യുന്നവരെല്ലാം മനസ്സുകൊണ്ട് BJP ആണ്. പാർട്ടി പറയുന്ന കാര്യങ്ങൾ വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മാനസികമായിട്ട് ഇവിടുത്തെ വികസനം അവർ ഒറ്റയ്ക്ക് ചോദിച്ചാൽ വലിയ വികസനമുണ്ട്. ഇന്ത്യ രാജ്യം വളരുന്നു, അതിലവർക്ക് തർക്കമില്ല. ചാനലിൽ ചോദിക്കുമ്പോൾ പാർട്ടി നയം പറയും. പക്ഷേ ഒരുപാട് ചാനൽ ചർച്ചക്കാരെല്ലാം അവരുടെ നയം വ്യക്തമാണ്. അതിങ്ങനെ ഓരോരുത്തരായിട്ടിങ്ങനെ വരണമെന്നേ ഉള്ളൂ. തലേ ദിവസവും മാറി നിന്ന് സംസാരിച്ച ആളുകളാണ്. തലേ ദിവസം വരെയും ഇത് പറ എന്ന് പഠിപ്പിച്ച് AK സെൻറ്ററിൽ നിന്ന് അയക്കാൻ ആളുണ്ട്. പക്ഷെ അയാളുടെ മനസ്സ് മോദി ഭക്തനായിരുന്നു. അതുപോലെ ഇനി ഒരുപാട് ഭക്തന്മാർ വരാനുണ്ട്. പ്രസംഗിക്കുന്നു, ബഹളം വയ്ക്കുന്നു എന്നൊന്നും നോക്കണ്ട. ഈ ബഹളം വയ്ക്കുന്നവർ തന്നെ ഏകദേശം കഴിഞ്ഞ് പോരും ഇലക്ഷനോടുകൂടി. അപ്പോൾ ഇപ്പോൾ ശബരിമല വിഷയമൊക്കെ തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ മാറുന്നത്? ഈ ശബരിമല ഇപ്പോൾ ഈ 14-ാം തീയതി തന്നെ ശബരിമലയും ദീപം തെളിയുമ്പോൾ ഇവിടുത്തെ ഓരോ വീട്ടിലും ദീപം തെളിയിക്കാൻ NDA തീരുമാനിച്ചിരിക്കുകയാണ്, മുഴുവൻ വീടുകളിലും. ഈ ശബരിമല വിഷയത്തിൽ സമരം ചെയ്യാൻ ഈ NDAക്ക് മാത്രമേ ധാർമ്മികതയുള്ളൂ. ഈ
സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ ഈ പക്തം ചെന്ന് നിന്ന്, അപ്പോൾ കോൺഗ്രസിനോട് എങ്ങനെ ശബ്ദിക്കാൻ നോക്കും? അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ശബ്ദിക്കാൻ? ഇതൊക്കെ കള്ള സമരങ്ങൾ നടത്തുന്ന പോലെയല്ല, ധാർമ്മികത ഇപ്പുറത്താണ്. SITയുടെ അന്വേഷണം എങ്ങനെ പോകുന്നു, അത് വളരെ ശക്തമാണെന്നൊക്കെ പറയണമെങ്കിൽ CBI വരാതെ ഇത് പരിഹരിക്കപ്പെടില്ല. ഇങ്ങനെ നീണ്ടുപോകും. ഓരോ അറസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ആളുകളുണ്ട്, അത് അറസ്റ്റ് ചെയ്യണം. ഈ സാധനങ്ങളുടെ പേര് പുതിയത് വരെയല്ലേ. ആദ്യം കട്ടളയും കഥമായ പെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഗിണ്ടി മുതലെല്ലാം പോയിരിക്കുകയല്ലേ. ഇതൊക്കെ നുള്ളി പറക്കൊണ്ട് പെയ്യത് ആര്? താഴികക്കുടം വരെ എല്ലാം പോയി, എല്ലാ വാഹനവും പോയി. പിന്നെ ഇതൊക്കെ നോക്കേണ്ട ആളുകളും പോയി. ഇപ്പോൾ അവസാനം തന്ത്രിയും അറസ്റ്റായി. ഞാൻ നേരത്തെ ഇതേ ഒരു വീഡിയോ തന്നെ പറഞ്ഞില്ല, തന്ത്രിയും മന്ത്രിയും, കൈകൂപ്പാത്ത മന്ത്രിയും മുൻ മന്ത്രിയും ഒക്കെ പോകുമെന്ന് വെച്ചാൽ എല്ലാവരും അതിൻ്റേതായ ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമിത്ഷാ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ NDAയിലുള്ള ഘടകകക്ഷികളെല്ലാം ഒന്നുകൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാം അല്ലേ? അദ്ദേഹത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുമായിട്ടാണല്ലോ വരുന്നത്. NDAക്ക് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഭരണം പിടിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുമ്പോൾ, ഈ അണ്ണാൻകുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞ ചെറിയ കക്ഷിയായാലും വലിയ കക്ഷിയായാലും അവരെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇറങ്ങാൻ തന്നെയാണ് അദ്ദേഹം പറയും. ഇറങ്ങുക തന്നെ ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ കൂട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ CK ജാനുവിനെ പോലുള്ളവരൊക്കെ അല്പം അതൃപ്തരായിട്ടാണ് NDA മുന്നണി വിട്ടത്. ഇപ്പോൾ അങ്ങനെ അതൃപ്തരായിട്ടുള്ള ആരുമില്ലെന്നാണ് താങ്കൾ പറയുന്നത്. CK ജാനുവിന് വേണ്ടത്ര തരത്തിലുള്ള പരിഗണന നൽകിയിട്ടില്ല എന്നാണ്. എനിക്കിപ്പോൾ NDA മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. എനിക്കൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള അവഗണന ഒരംശം പോലും ഇവർക്കില്ല. കാര്യം അത്രത്തോളം ബഹുമാനത്തോടുകൂടി NDA കാണുന്ന മീറ്റിങ്ങിലാവട്ടെ, പ്രധാനമന്ത്രി വരുമ്പോഴാവട്ടെ, അദ്ദേഹം അവർക്കിടുന്ന സീറ്റാവട്ടെ, ഫ്രണ്ടിൽ ആ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ള ആളെന്നുള്ള പരമപവിത്രമായിട്ട് അവരെ കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് NDAയിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു അവഹേളന ഉണ്ടെന്നറിയില്ല. ഇപ്പോൾ അവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൂട്ടത്ത് നിൽക്കാൻ പറയുന്നു. അവർക്കിനി ഒരു കസേരയില്ലല്ലോ. കോൺഗ്രസ്സിൽ പോയി ഈ ജാനു ചെന്നിരുന്ന് ഇപ്പോൾ ഒരു വലിയ പരിപാടി, രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പരിപാടിയാണെങ്കിൽ ഒരു കസേര ഉണ്ടെങ്കിൽ അവർ ചെന്നിരിക്കാൻ പോകുമ്പോൾ വേറെ അടുത്തും കയറിയിരിക്കും. അടിച്ചിളക്കിയിട്ടല്ലേ ഇരിക്കാൻ വെക്കൂ. ഇതിലിട്ട കസേര ഉറപ്പാണ്. ഇതിൽ ഇപ്പോൾ പ്രധാനമന്ത്രി അമിത്ഷാ പറഞ്ഞ പരിപാടിയിൽ ഒരു കസേര ഒരാൾക്ക് നിശ്ചയിച്ച ആ കസേര അയാൾക്കുള്ളതാണ്. അവിടെ അതല്ലല്ലോ, ആദ്യം പറഞ്ഞവർ കയറി ഇരിക്കില്ലേ. ഞാനും ഇങ്ങനെ കൂട്ടത്ത് നിൽക്കാൻ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഇവിടെ അത്യാവശ്യം മാന്യത, മത്സരിക്കാനും അവസരങ്ങൾ കൊടുത്തു. അത് അവരെ കണക്കൂട്ടും. നല്ല വനിതയാണ്, നല്ല നമുക്ക് സ്നേഹമുള്ള ഒരു പൊതുധാരയിൽ നിൽക്കുന്നതിൽ ഒരു നല്ല വനിത ഝാൻസി റാണിയാണ്. ഈ 26-ലെ തെരഞ്ഞെടുപ്പിൽ LDF ഒരു 110 സീറ്റ്, UDF ഒരു 100 സീറ്റ്, BJP എത്ര സീറ്റെന്ന് പറഞ്ഞിട്ടില്ല. അവർ ഈ 40 സീറ്റിൽ കണ്ണു നട്ട് നിൽക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് 5 സീറ്റെങ്കിലും അവർ ഉറപ്പിക്കും എന്നാണ്. ഈ 5 സീറ്റ് വന്നാലും കേരളത്തിലെ ഈ ഭരണത്തിലൊരു നിർണായകമായിട്ടുള്ള ഒരു റോള് BJPക്കും കൈവരിക. ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയണതൊന്നുമല്ല സത്യം. ഈ 5 സീറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിടിക്കുമല്ലോ. 7 സീറ്റ് വരെ തിരുവനന്തപുരം ജില്ല പോകും. പിന്നെ ഇത് ഏത് കണക്കെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരാൾ 100 പറയുമ്പോൾ അടുത്ത ആൾ 110, അപ്പോൾ 210ആയി. BJP മിനിമം 40 പറഞ്ഞു. അപ്പോൾ എത്രയായി? ഏകദേശം വലിയ സംഖ്യ ആയി. 140 സീറ്റല്ലേ. ഇപ്പോൾ എല്ലാ പാർട്ടികളും ഈ മണ്ഡലങ്ങൾ ഉപയോഗിച്ച് 2-3 ആക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വിധം സീറ്റ് കൂടി മത്സരത്തിന് ഇനി അസംബ്ലിയിൽ വന്നാലേ ഈ പറയുന്ന സീറ്റുകളൊക്കെ തികയും. 210കാർക്കും 100കാർക്കും ഒക്കെ ഒരു നിയോജകമണ്ഡലം, പാറശാല നിയോജകമണ്ഡലം, 9 പഞ്ചായത്ത്, 3 പഞ്ചായത്ത് ഒരു നിയോജകമണ്ഡലമായിട്ട് മാറ്റേണ്ടി വരും. ഇതിനിടയ്ക്ക് മാറ്റി മത്സരിച്ചാൽ ഏകദേശമൊക്കെ കിട്ടും. ഇപ്പം 140 എന്നുള്ള 280 പേർക്ക് മത്സരിക്കാനുള്ള അവസരം വേണം. അല്ലാതെ ഈ പറയുന്നതൊക്കെ കള്ളമാണ്. ഈ BJP 40 സീറ്റ് കണ്ണു നട്ടിടുമ്പോൾ ആ 40 സീറ്റിൽ പ്രധാനമായിട്ടും BJP ആയിരിക്കുമോ, അതോ ഘടകകക്ഷികൾക്കും വേണ്ടത്ര പ്രാധാന്യമുണ്ടോ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ? അല്ല, ഘടകകക്ഷികളുടെ അവർക്ക് ആ മേഖലയിലുള്ള സ്വാധീനമാണ് വിലയിരുത്തുന്നത്. ഇപ്പം BDJS അവരുടെ മേഖല സ്വാധീനം, നമുക്ക് ഇപ്പോൾ കോമരായി കോൺഗ്രസ്, നമുക്ക് ചില മേഖലകളിൽ സ്വാധീനമുണ്ട്. അത് അവർ മനസ്സിലാക്കിയിട്ട് ആണ് നിശ്ചയിക്കുന്നത്. അത് നിശ്ചയിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നേരിട്ടപ്പോൾ ബ്ലോക്കും വാർഡും ഒക്കെ നമുക്ക് കിട്ടിയില്ലേ?
അത് വെറും ക്രിസ്ത്യാനുള്ള മേഖലയിലല്ലേ അതൊക്കെ കിട്ടിയ സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഘടകകക്ഷിയൊക്കെ കിട്ടും. ഘടകകക്ഷികൾ അങ്ങനെ വളർന്നു വരണതേ ഉള്ളൂ. ഭരണം കേന്ദ്രത്തിലുണ്ടെങ്കിലും എൻ ഡി എയുടെ ഘടകകക്ഷികളെന്ന് പറയുന്നവർക്കൊന്നും അങ്ങനെ അതിൻ്റേതായ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതൊക്കെ ഇനിയിപ്പോൾ മാറ്റം വരണ സമയത്ത് കുറച്ചുകൂടി ആളുകൾ ഘടകകക്ഷിയിലേക്കൊക്കെ വരും. ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ 29-ാം തീയതി കോഴിക്കോട് ശിക്ഷാസനത്തിൽ ന്യൂനപക്ഷ സമാജത്തിൻ്റെ പ്രവർത്തക കൺവെൻഷനാണ്. അതിൽ 500 പേര് വരണേൽ ഏകദേശം 300ഓളം മുസ്ലിം സഹോദരങ്ങൾ കാണും. രാജീവ് ചന്ദ്രശേഖറാണ് എൻ്റെ ഉദ്ഘാടനം. അതുപോലെ ക്രിസ്ത്യൻ. നേരിട്ട് BJPയിൽ വരാൻ താല്പര്യം കുറഞ്ഞ ചില ആളുകൾ ഘടകകക്ഷിയിലേക്ക് വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെ അതിന് ഉദാഹരണമില്ലേ, ഇപ്പോൾ ഈ 29-ാം തീയതി ഞാൻ പറഞ്ഞ ഈ ന്യൂനപക്ഷങ്ങൾ ഇത്രയും പേര് അവിടെ കൂടുന്നില്ലേ. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നേരിട്ട് BJP വരാൻ പറ്റാത്തവർ കാമരാജ് കോൺഗ്രസ്സിൽ വരും, അല്ലെങ്കിൽ BDS വരും, അതുപോലെയുള്ള ഏതെങ്കിലും ഘടകകക്ഷിയിൽ വരും. എന്തായാലും ഫലം NDAക്കാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.